നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. AIYF പാർലം മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ബിരിയാണി ചലഞ്ച് വയനാട് ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള ധനശേഖരണാർത്ഥം. SNDP യോഗം ചേർപ്പ് ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനം ആചരിച്ചു. SNDP വെങ്ങിണിശ്ശേരി സൗത്ത് ശാഖ ഗുരുസമാധി ദിനം ആചരിച്ചു. ശാഖാ പ്രസിഡന്റ് AK ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. AIYF പാർലം മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വയനാട് ദുരന്തബാധിതർക്ക് AIYF നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീറിന് ആദ്യ ബിരിയാണി കൈമാറി ഉദ്ഘാടനം ചെയ്തു. CPI പാർലം ലോക്കൽ സെക്രട്ടറി PB ഷാജൻ, മണ്ഡലം സെക്രട്ടറി KB റിജിക്, പ്രസിഡന്റ് അക്ഷയ് ശങ്കർ, പാർലം മേഖലാ സെക്രട്ടറി ഹരീഷ് തേലപ്പുറത്ത്, ആദർശ്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ശരത്ത്, സുബിത സുഭാഷ്, CPI ചേനം ബ്രാഞ്ച് സെക്രട്ടറി ഷക്കീർ, അമ്പിളി പ്രദീപ്, വിനിത വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ വലിയൊരു ദുരന്തം നമ്മുടെ കേരള സംസ്ഥാനത്തെ ഒട്ടാകെ ബാധിച്ചു പോയൊരു ദുരന്തം. കേരള സംസ്ഥാനത്തെ എല്ലാ ആളുകളും അതിൻ്റെ വേദന അനുഭവിക്കുന്ന ആളുകളായി മാറിയ ഒരു ദുരന്തം നടന്നിട്ട് നമുക്കൊരു മാസം മാത്രം ഒരു മാസവും കുറച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടുന്ന വേളയിലാണ് AIYFിൻ്റെ സംസ്ഥാന കമ്മിറ്റി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് 10 വീടുകൾ വെച്ച് നൽകാൻ തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ വിവിധങ്ങളായ AIYFിൻ്റെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് നിരവധിയായ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ 10 വീട്ടിലേക്കുള്ള ധനസമാഹരണം നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ആളുകളുടെ കയ്യിൽ നിന്നും വ്യക്തികളുടെ കയ്യിൽ നിന്നും പൊതു പിരിവ് നടത്താതെ കൃത്യമായി ആക്രി ചലഞ്ച്, സ്ക്രാപ്പ് ചലഞ്ച്, ബിരിയാണി ചലഞ്ച് മുതലായ വിവിധ ഇനം ചലഞ്ചുകളിലൂടെ AIYFിൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റിയിലെ വിവിധ കമ്മിറ്റികൾ ഇത്തരത്തിൽ ധനസമാഹരണം നടത്തുമ്പോൾ AIYFിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയിലെ വിവിധങ്ങളായ മേഖലാ കമ്മിറ്റികൾ നിരവധിയായ ചലഞ്ചുകൾ ഏറ്റെടുത്തു. തെരുവ് ഗാനമേള ഉൾപ്പെടെയുള്ള സ്ക്രാപ്പ് ചലഞ്ച് ഉൾപ്പെടെയുള്ള ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ചലഞ്ചുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. SNDP യോഗം ചേർപ്പ് ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനം ആചരിച്ചു. ശാഖാ പ്രസിഡന്റ് EV ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി CS ഷിജു, വൈസ് പ്രസിഡന്റ് സുരേഷ് പെരുമ്പള്ളിശ്ശേരി, രാജു പെരുവനം, അശ്വിൻ പെരുമ്പള്ളിശ്ശേരി, ശശി ചേർപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. SNDP വെങ്ങിണിശ്ശേരി സൗത്ത് ശാഖ ഗുരുസമാധി ആചരിച്ചു. ശാഖാ പ്രസിഡന്റ് AK ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. പ്രാർത്ഥന, ഗുരുപൂജ, ശാന്തിയാത്ര, പൊതുയോഗം, അന്നദാനം എന്നിവയുണ്ടായിരുന്നു. KK ഷൺമുഖൻ, വനിതാ യൂണിറ്റ് പ്രസിഡന്റ് അംബിക മോഹനൻ, സെക്രട്ടറി വിജയ ഷൺമുഖൻ, ജനാർദ്ദനൻ തടത്തിൽ, ശാഖാ സെക്രട്ടറി രവി പറവത്ത്, വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൈക്കൊട്ടിക്കളി വൃത്തപ്പാട്ടുകളുടെ അവതരണം ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു. രാവിലെ 6 മണിക്ക് ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ അങ്കണത്തിലാണ് 140ഓളം പേർ അണിനിരന്നുള്ള മെഗാ കൈക്കൊട്ടിക്കളിയോടെ പ്രകടനം ആരംഭിച്ചത്. രാത്രി 12 മണിവരെ തുടർച്ചയായാണ് കൈക്കൊട്ടിക്കളി നടക്കുക. പ്രശസ്ത കൈക്കൊട്ടിക്കളി കലാചാരിയായ ഗുരു അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുരാവൃത്തം മഹാസംഗമത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. കൈകൊട്ടിക്കളി എന്നുള്ള കലാരൂപം കേരളത്തിന്റെ സ്ത്രീകളുടെ തനിമയാർന്ന കലാരൂപമായിട്ട് നിലനിൽക്കുന്നു. വളരെ ചുരുക്കം കലാരൂപങ്ങളാണ് സ്ത്രീകളുടേതായിട്ട് കേരളീയ സമൂഹത്തിലുള്ളത്. അതിൽ എടുത്തു പറയാവുന്ന ഒന്നാണ് കൈകൊട്ടിക്കളി എന്ന് അറിയാവുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാവരും തന്നെ. പല വിധത്തിലുള്ള ചുവടുകൾ ആകർഷണീയമായ രീതിയിൽ ചടുലമായതും ലാസ്യമങ്ങിയാർന്നതുമായതും ഒക്കെ ആയിട്ടുള്ള ഈ
പാട്ടുകളുടെ അകമ്പടിയോടുകൂടി നടത്തുന്ന കളി ഭാഗങ്ങളിൽ ഗൃഹാന്തര ഭാഗത്താണ് നടന്നു പോന്നിരുന്നത് എന്ന് നമുക്കറിയാം. വീടിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ പിന്നാമ്പുറങ്ങളിൽ നടന്നു വന്നിരുന്ന കൈക്കുട്ടിക്കളിയെ പൊതുവേദിയിലേക്ക് അരങ്ങിലേക്ക് ആനയിക്കുകയും സാമൂഹ്യ അംഗീകാരം നേടിക്കൊടുക്കുകയും ചെയ്ത ഒരുപാട് മഹതികൾ ഇരിങ്ങാലക്കുടയുടെ പോയകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടപ്പുണ്ട്. അവരുടെ ചിത്രങ്ങളാണ് നമ്മുടെ വേദിയിൽ മാലയിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുള്ളത്. സംഘാടക സമിതി ചെയർപേഴ്സൺ സോണിയാഗിരി അധ്യക്ഷയായിരുന്നു. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ചീഫ് എഡിറ്റർ സുനിൽ ജോസഫ് മുഖ്യാതിഥിയായി. കലാഗുരുക്കളായ കടവല്ലൂർ ശ്രീദേവി അന്തർജനം, കാവനാട് സാവിത്രി അന്തർജനം, അണിമംഗലത്ത് സാവിത്രി അന്തർജനം എന്നിവരെ ആദരിച്ചു. യു പ്രദീപ് മേനോൻ, പുത്തിലത്ത് ലീല അന്തർജനം തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, ശാന്തി നികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ PN ഗോപകുമാർ, വി ശ്രീരേഖ തുടങ്ങിയവർ സംസാരിച്ചു. 50 വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുടയിലെ മുത്തശ്ശിമാരും അമ്മമാരും ഓണവും തിരുവാതിരയും പോലുള്ള ആഘോഷങ്ങളിൽ പാടിക്കളിച്ചിരുന്ന 37 പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന 300-ലധികം വൃത്തപ്പാട്ടുകളാണ് പുനരാവിഷ്കരിക്കപ്പെടുന്നത്. കേരളത്തിലെ 30-ലധികം പ്രശസ്ത കൈകൊട്ടിക്കളി സംഘങ്ങൾ തിരുവാതിരക്കളിയുടെ ആചാരങ്ങൾ പിന്തുടർന്ന മഹാസംഗമത്തിൽ പങ്കുചേരുന്നു. 700-ലധികം കലാകാരികളുടെ സാന്നിധ്യത്തിൽ 18 മണിക്കൂറിലധികം നീണ്ടുനിൽക്കുന്ന വൃത്തപ്പാട്ടുകൾ കൈകൊട്ടിക്കളിയുടെ അകമ്പടിയോടെ URF ലോക റെക്കോർഡിലേക്ക് എത്തുന്നുവെന്നതാണ് ശ്രദ്ധേയമാകുന്നത്. കലയുടെ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, ഇതിന്റെ ലാളിത്യവും ആചാര പ്രാധാന്യവും ലോകമെമ്പാടും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിപാടി കലാ പുനരാവിഷ്കാരത്തിന്റെ നാഴികക്കല്ലായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന് സമീപം ദേശീയപാതയിൽ മിനി ടെമ്പോ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്നു പുലർച്ചെ 4:30യോടെയായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന പാഴ്സൽ സർവീസ് നടത്തിയിരുന്ന മിനി ടെമ്പോയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. വാഹനം കയറി സമീപത്തെ കടയിലെ ഫ്രൂട്ട്സും നശിച്ചിട്ടുണ്ട്. വേലായുധൻ പണിക്കശ്ശേരിയെ അനുസ്മരിച്ചു. ഏങ്ങണ്ടിയൂർ BLSന്റെ നേതൃത്വത്തിലായിരുന്നു അനുശോചന യോഗം. പ്രസിഡന്റ് OK പ്രൈസൺ അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ പണിക്കശ്ശേരി, മനോജ് തച്ചപ്പുള്ളി, സുനിൽ പത്മനാഭ, സത്യകാമൻ മാട്ടുമൽ എന്നിവർ സംസാരിച്ചു. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ചരിത്ര പണ്ഡിതന്മാരിൽ ഒരാളും 75ഓളം ചരിത്ര ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ വേലായുധൻ പണിക്കശ്ശേരി കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് ബസ് മാഫിയ സംഘങ്ങളെ പിന്തുണയ്ക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ മുണ്ടൂരിൽ വെച്ച് മരണപ്പെട്ട കേച്ചേരി സ്വദേശിയായ എഞ്ചിനീയർ വിദ്യാർത്ഥിയുടെ മരണം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതിന് കേച്ചേരി ആക്സിന്റെ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ MM മുഹസിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന വകുപ്പ് ചുമത്തി കുന്നംകുളം പോലീസ് കേസെടുത്തിരുന്നു. കേച്ചേരിയിൽ ജനകീയ കൂട്ടായ്മയുടെ പേരിൽ പ്രതിഷേധത്തിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് നോട്ടീസ് അയക്കുകയും വിദ്യാർത്ഥിയെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ ജോണി ബസിനെ തടഞ്ഞിടുകയും ചെയ്തിരുന്നു. എന്നാൽ കുന്നംകുളം പോലീസ് പൊതുഗതാഗത സംരക്ഷണത്തിന്റെ മറവിൽ ആളെക്കൊല്ലി ജോണീസ് ബസിന് സംരക്ഷണം ഒരുക്കി പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമടക്കം 17 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് ജോണീസ് ബസ് ഇടിച്ച് കൊലപ്പെടുത്തിയ വിവരം വണ്ടി നമ്പർ സഹിതം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതിനെ കലാപാഹ്വാനമാക്കി മാറ്റി മുഹസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ബസ്സുകളുടെ മത്സര ഓട്ടവും അപകടങ്ങളും പതിവായ തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസ്സുകൾക്കെതിരെ കേസെടുക്കാതെ അതിനെ സമൂഹമാധ്യമത്തിൽ തുറന്നു കാട്ടിയവർക്കെതിരെ കേസെടുക്കുന്ന രീതി രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടത്തെ പോലും നാണിപ്പിക്കുന്നതാണെന്ന് ആരോപിച്ചാണ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്.
പോലീസ് സ്റ്റേഷൻ മാർച്ച് DCC സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. മതിലകത്ത് മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. വാടാനപ്പള്ളി സ്വദേശി 33 വയസ്സുള്ള ബാദുഷയാണ് രക്ഷപ്പെട്ടത്. ആലപ്പുഴ SD കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. മതിലകം പുതിയകാവിലെ സ്ഥാപനത്തിൽ നിന്ന് 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് മോഷ്ടിച്ച കേസിലാണ് ബാദുഷയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മലഞ്ചരക്ക് കടത്താൻ ഉപയോഗിച്ച വാഹനം ഇയാൾ കായംകുളത്ത് നിർത്തിയിട്ടിരുന്നു. ഇതെടുക്കാനായി പോലീസ് ജീപ്പിൽ പോയി തിരികെ വരുന്നതിനിടയിലാണ് രക്ഷപ്പെട്ടത്. ഭക്ഷണം കഴിക്കാൻ തട്ടുകടയിൽ വാഹനം നിർത്തിയ സമയത്താണ് കയ്യിൽ വിലങ്ങുമായി പ്രതി ഓടി രക്ഷപ്പെട്ടത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ബാദുഷ. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നാണ് ബാദുഷയെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീം അറസ്റ്റ് ചെയ്തത്. പ്രതി ചാടിപ്പോയതിന് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,960 രൂപ, പവന് 55,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. AIYF പാർലം മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ബിരിയാണി ചലഞ്ച് വയനാട് ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള ധനശേഖരണാർത്ഥം. SNDP യോഗം ചേർപ്പ് ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനം ആചരിച്ചു. SNDP വെണ്ണിനിശ്ശേരി സൗത്ത് ശാഖ ഗുരുസമാധി ദിനം ആചരിച്ചു. ശാഖാ പ്രസിഡന്റ് AK ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.